നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 371st day. Today 61st sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 371 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 61ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 61ാമത്തെ ശ്ലോകം. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേന്നഹി യത് പ്രാത സംസ്കൃതം ചാനം സായം തച്ച വിനശ്യതി. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേന്നഹി യത് പ്രാത സംസ്കൃതം ചാനം സായം തച്ച വിനശ്യതി. ഭഗവാൻ വീണ്ടും ഈ ശരീരത്തിൻ്റെ അസ്ഥിരതയാണ് പറയുന്നത്. അസ്ഥിരമായ ഈ ശരീരം കൊണ്ട് ജനങ്ങൾ സ്ഥിരമായ ധർമാധികാരത്തെ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഈ ശരീരം കൊണ്ട് നമുക്ക് ധർമ്മങ്ങൾ ചെയ്ത് ആ ഭഗവാനെ പ്രാപിക്കുവാൻ സാധിക്കും. ശരീരമാണെങ്കിൽ ബഹുകാലം നിലനിൽക്കുകയുമില്ല. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ സാധിക്കും. അങ്ങനെയുള്ള ശരീരത്തെ നിലനിർത്തുന്ന അന്നാദി സാധനങ്ങളുടെ ഗുണവും നശ്വരമാണ്. നമ്മൾക്കറിയാവുന്നതാണ്, രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം വൈകുന്നേരം ആകുമ്പോഴേക്കും ചീത്തയാകും. അത്രയ്ക്കും വേഗം ചീത്തയാകുന്ന ഈ അന്നാദി സാധനങ്ങളെയും അതുപോലെ തന്നെ നശ്വരമായ ഈ ശരീരം നശിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള അതേയും മാത്രം ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇരിക്കുന്നത് എന്ന് ഈ മഹാത്മാവ് ചോദിക്കുകയാണ്. സനകാദികൾ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗവത മഹാത്മ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ മഹാത്മ്യത്തിൽ ശരീരത്തിൻ്റെ പറ്റിയുള്ള വർണ്ണനയായിരുന്നു കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട്. മലമൂത്ര നിർമ്മിതമായ അസ്ഥികളും ഞരമ്പുകളും കൊണ്ട് പിണഞ്ഞതായ രക്തവും മാംസവും നിറഞ്ഞ കഫവും വാതവും പിത്തവും നിറഞ്ഞ ഇങ്ങനെയുള്ള ഈ ശരീരത്തെയാണ് നാം പോഷിപ്പിക്കുന്നത്. ഇങ്ങനെ ആ ശരീരത്തിൻ്റെ അസ്ഥിരതയാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഒരു അസ്ഥിരമായ ശരീരത്തിനെ കൊണ്ട് മാത്രം നമുക്ക് ധർമ്മം ചെയ്ത് ആ പരമാത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. നശിച്ചു പോകുന്ന അന്നാദികൾക്ക് മുഖ്യത്വം കൊടുത്ത് നശിച്ചു പോകുന്ന ശരീരത്തിനാണ് മുഖ്യത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു വരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേന്നഹി യത് പ്രാത സംസ്കൃതം ചാനം സായം തച്ച വിനശി. രാവിലെ ഉണ്ടാക്കിയ അന്നങ്ങൾ വൈകുന്നേരമാകും. സായം തച്ച നശിച്ചു പോകുന്നു. ഈ അസ്ഥിരമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കും എന്നുള്ളത് ആരും ഓർക്കുന്നില്ല എന്ന് കാണിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.